ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോണത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് റീഫർബിഷ്ഡ് ഫോൺസ് എന്നുള്ളൊരു സൈറ്റിൽ നിന്ന് നമ്മൾ ഐഫോൺ 8 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. നല്ലൊരു രീതിക്കുള്ളൊരു പണി കിട്ടിയിട്ടുണ്ട്. ആ പണി വീഡിയോൻ്റെ അവസാനം നമ്മളിക്കും പറഞ്ഞുതരാം. നമുക്ക് അൺബോക്സിങ് കാര്യങ്ങളും നോക്കാനുണ്ട്. പെട്ടി തുറന്നു വരുമ്പോൾ നമുക്ക് ഐഫോണിൻ്റെ ബോക്സിൽ തന്നെയാണ് നമുക്ക് അവർ തന്നേക്കുന്നത്. ഒറിജിനൽ ബോക്സിൽ തന്നെയാണ് തന്നേക്കുന്നത്. അതിൽ നമുക്ക് ബബിൾ ആ ഒരു ടൈപ്പ് കവറിലാണ് കറക്റ്റ് പൊതിഞ്ഞ് വെൽ റാപ്പിഡായിട്ട് തന്നേക്കുന്നത്. നമുക്കത് എടുത്ത് നോക്കുമ്പോൾ കാണാം, അത് നമുക്ക് സല്ലോ ടൈപ്പ് ചെയ്തിട്ട് കറക്റ്റ് ഫിറ്റിലാണ് അതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. നമ്മുടെ ഫോണിൻ്റെ വീടിൻ്റെ വൈഫൈ നമുക്ക് ഇതിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ആപ്സും മറ്റുള്ള കാര്യങ്ങളും ആപ്പിൾ ID ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. കണ്ട വൈഫൈ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്.
ബാക്കി അനിമേഷനും കാര്യങ്ങളും അതുപോലെ ക്യാമറയും വീഡിയോ എല്ലാം ഓക്കെയാണ്. നമുക്ക് ഇതിൽ നല്ല രീതിക്കുള്ള വീഡിയോ, ഒരു സ്റ്റെബിലൈസേഷനും മറ്റുള്ള എന്താ പറയുക ഫോട്ടോൻ്റെ ക്ലാരിറ്റിയും പക്കാ നീറ്റാണ്. നമുക്ക് പല ടൈപ്പിലുള്ള എഫക്ട്സ് ഇടാം. അതൊക്കെ വെൽക്കം ടു ഐഫോൺ എന്നുള്ള ഒരു രീതി നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ടച്ച് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. പിന്നെ കൺട്രോൾ സെൻറ്റർ, സെറി, അതുപോലെ തന്നെ ലോക്ക് സ്ക്രീൻ, മാഗസീൻസ്, അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജ്. നമുക്ക് വയർലെസ് ചാർജിങ് ഇതിൽ അവൈലബിൾ ആണ്. ഐഫോൺ 8 മുതലാണ് നമുക്ക് വയർലെസ് ചാർജിങ് അവൈലബിൾ ആയിട്ട് വരാം. പിന്നെ ഇതിൽ നമുക്ക് അപ്ഡേഷൻസും അവൈലബിൾ ആയിട്ട് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഐഫോൺ 7 പിന്നെ അതുപോലെ തന്നെ 7+ അതിൻ്റെ താഴേക്കൊക്കെ നമുക്ക് അപ്ഡേഷൻ അവൈലബിൾ അല്ല, അത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. പക്ഷേ ഇതിൽ അപ്ഡേഷൻ, ഈ വേരിയൻ്റ് മുതൽ നമുക്ക് അപ്ഡേഷൻ കിട്ടും. കണ്ടോ, നമുക്കിനി ബാറ്ററിയുടെ അടുത്തൊരു ഇത് നോക്കാം. 76 ആയി. ഇത് ഞാൻ കുറച്ച് മണിക്കൂറുകൾ യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ അവസ്ഥ കാണിച്ചത്. ബാറ്ററി ഹെൽത്താണ് 76 അയക്കുന്നത്, ബാറ്ററി പെർസെൻറ്റേജ് അല്ല, ബാറ്ററി ഹെൽത്ത്. ഇങ്ങനെ മണിക്കൂറുകൾ വെച്ചിട്ട് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാറ്ററി ഹെൽത്ത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ റീഫർബിഷ്ഡ് ഫോൺസിൽ നിന്ന് മേടിച്ചൊരു ഫോണാണിത്. എന്താ അവസ്ഥ, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാനിത് കണ്ടിട്ട് റിട്ടേൺ റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും നമുക്ക് വഴിയെ നോക്കാം. ഇതിങ്ങനെ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞ് നമ്മളൊരു 15,000 മേടിച്ച ഫോൺ ഇങ്ങനെ മണിക്കൂറുകൾ വെച്ചിട്ട് നമ്മൾ കയ്യിൽ നിന്ന് നാശമായിക്കൊണ്ടിരുന്നതിനാൽ ഈ കാശ് നമുക്ക് വെറുതെ അല്ലാണ്ടായി വരും. നമ്മൾ അത്ര കാശ് മുടക്കിയിട്ട് ആഗ്രഹിച്ചിട്ട് സാധനം മേടിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല പ്രോസസ്സല്ല, നല്ലൊരു പരിപാടിയല്ല. നമുക്കത് എത്രയും പെട്ടെന്ന് റീഫണ്ട് തന്നേ പറ്റൂ. റീഫണ്ടിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി വേറെയാണ്, ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഐഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് ലോക്കിനെ കുറിച്ച് കാണിച്ചു തരാം. ഇതാണ് അടുത്തൊരു ഡിഫക്റ്റ്. ഇത് ഫിംഗർ പ്രിൻ്റ് നമ്മൾ വെക്കണം. നമ്മൾ താഴെയുള്ള ഈ ബട്ടൺ താഴെ കാണും, അവിടെ ഫിംഗർ പ്രിൻ്റ് വെച്ച് കഴിഞ്ഞാലാണ് ഇത് അക്സെപ്റ്റ് ആവണം. ഇനി ഫിംഗർ വെക്കുമ്പോൾ ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാട്ടെ എന്താന്ന്. കണ്ടോ, ഒന്നുമില്ല. ഇത് ഈ ഡിസ്പ്ലേ ഇങ്ങനെ കിടന്ന് ബ്ലിങ്ക് ചെയ്യാന്നല്ലാണ്ട് മാത്രം വേറെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ഞാൻ ചെയ്തതിൻ്റെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ തന്നെ അല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ഫിംഗർ പ്രിൻ്റ് റീഡ് ചെയ്യേണ്ടതാണ്. ഒരു 5-6-10 തവണ ഇത് കൈ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻ്റ് റീഡ് ആവേണ്ടതാണ്. പക്ഷേ ഇത് റീഡ് ആവുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ ഡിഫക്റ്റ്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ തോന്നുന്നത് എനിക്ക്. ഇത്രയും കാശ് മുടക്കി മേടിച്ചിട്ട് കണ്ട അവസ്ഥ ഉണ്ട്, ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫിംഗർ പ്രിൻ്റ് പോലും വർക്ക് ചെയ്യാത്തൊരു ഫോണാണ്
നമുക്ക് തന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഫോൺ കാണാനും മറ്റു ഓവറോൾ ലുക്കും വെച്ച് നോക്കിയപ്പോൾ ഞാൻ എല്ലാ രീതിക്കും സന്തോഷമാണ്. പക്ഷേ ഈ ഒരു അവസ്ഥ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി ഇങ്ങനെ കാണുമ്പോൾ. നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചീറ്റ് ചെയ്യപ്പെടുന്നത്? ഇതേപോലെ തന്നെയാണ് എല്ലാവരുടെ അവസ്ഥ. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഫോൺ കിട്ടിയിട്ടുള്ള ബാറ്ററി ഹെൽത്ത് 77% ആയിരുന്നു. പിന്നെ അത് ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടോ 76 ആയി. ഇനി നമ്മളിത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ എല്ലാ രീതിക്കും നമ്മൾ കുടുങ്ങും. എന്താണെന്ന് വെച്ചാൽ ഇനി ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. പ്ലസ് ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇനി എന്തൊക്കെയാണ് ഡിഫക്റ്റുകൾ കണ്ട, കുറച്ച് നേരം യൂസ് ചെയ്യുമ്പോഴേക്കും ഈ ബാറ്ററി മുകളിലുള്ള പെർസെൻറ്റേജ് ഉണ്ടോ 54 ആയി. ഫുൾ ചാർജ് ചെയ്ത ഫോണാണ്. അപ്പോൾ ഇനി റീഫണ്ടിനായിട്ട് നമ്മൾ കുറച്ച് പരിപാടികൾ ചെയ്തായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നമ്മൾ പോയി റിട്ടേൺ റിക്വസ്റ്റ് വിട്ടായിരുന്നു. റിട്ടേൺ റിക്വസ്റ്റ് വിട്ടിട്ട് യാതൊരു രീതിക്കും നമുക്കൊരു നല്ല രീതിക്കുള്ള പോസിറ്റീവായിട്ടുള്ള റീപ്ലൈ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം നമ്മളിട്ട് നമ്മളെ വലപ്പിക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ റീഫർബിഷ്ഡ് സെക്ഷൻ എന്ന് വെച്ചാൽ വേറൊരു സെക്ഷനാണ്. ഇവരുടെ സെക്ഷനത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ആൾക്കാരാണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ റിക്വസ്റ്റ് റിട്ടേൺ വിട്ടിട്ട് അവർ കോള് വിളിച്ച് കളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കോള് വിളിച്ച് കളിച്ചു ട്രബിൾ ഷൂട്ടിങ് ചെയ്യാനായിട്ട് കുറേ ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടൊരു 10 ട്രബിൾ ഷൂട്ടിങ് നമ്മൾ ചെയ്ത് കാണിച്ചു. എന്നിട്ട് നമ്മൾ അവർ തിരിച്ച് വിളിച്ചാൽ അവർ വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മാഡം വിളിച്ചു. എന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ ആ കോള് കട്ടായിപ്പോയി. പിന്നെ ഞാൻ റിക്വസ്റ്റ് വെച്ചു. എന്നിട്ട് പിന്നെ അവർ ടെക്നീഷ്യൻ വരുന്നു വന്നു. എന്നിട്ട് ടെക്നീഷ്യൻ വീട്ടിലേക്ക് വന്നു. ടെക്നീഷ്യൻ ഫോൺ നോക്കി. ആ പുള്ളിക്കാരൻ ഓക്കെ ഇനി അവർ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് പിന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നുള്ള മെസ്സേജാണ് നിങ്ങളുടെ റിട്ടേൺ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നീഷ്യൻ ഓക്കെ എന്നാണ് പറഞ്ഞേക്കണമെന്ന് തോന്നുന്നു. ഇത്രയ്ക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ വീഡിയോയിൽ? ഇത്രയ്ക്കും ഡിഫക്റ്റ് ഉള്ള ഫോൺ ഏത് രീതിക്കാണ് ഈ ടെക്നീഷ്യൻ റിജക്റ്റ് ചെയ്തേക്കണ റിക്വസ്റ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്ന്. ഇനി അടുത്തൊരു കാര്യം, പിന്നെയും ഞാൻ അവർക്ക് റിക്വസ്റ്റ് വെച്ചു റിട്ടേൺ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെയും അവർ ട്രബിൾ ഷൂട്ടിനായിട്ട് കോൾ വിളിച്ചു. ഏകദേശം 3-4 തവണ ഞാൻ അവരെ വിളിച്ചു. 2 ട്രബിൾ ഷൂട്ടിങ് കഴിഞ്ഞു. ഒരു വട്ടം ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞു. പിന്നെയും ടെക്നീഷ്യൻ വരുന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്? ഇതാണ് നമ്മുടെ റീഫർബിഷ്ഡ് ഫോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ. ഇനിയും ഞാൻ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാനോ പെട്ടു. ഇനി എന്താണ് എനിക്ക് ഇതിന് ചെയ്യാൻ പറ്റാമെന്നറിയില്ല. ഞാൻ നോക്കട്ടെ. റിട്ടേൺ റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട്. അവർ ടെക്നീഷ്യൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീക്കിൽ തന്നെ. എന്നിട്ട് റീഫണ്ട് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ആ ടെക്നീഷ്യൻ വന്നിട്ട് എന്താ ഉണ്ടാവാൻ പോകണമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യോ ഇല്ല എന്ന് നമുക്ക് നോക്കാം. ഇത്രയും കംപ്ലൈൻ്റ് ഉള്ള ഫോണേ. ഇതാണ് ഞാൻ വിട്ടുള്ള റിട്ടേൺ റിക്വസ്റ്റ്. നോക്കിക്കോട്ടെ, ഓർഡർ കൺഫേം ആയിട്ടുള്ള ദിവസം, വന്നിട്ടുള്ള എൻ്റെ സമയം, തിരിച്ച് ലാസ്റ്റ് റിട്ടേൺ വിട്ടിട്ട് ഷിപ്പ് എടുക്കാൻ കണ്ടില്ലേ, ഷിപ്പ് ചെയ്ത് വന്ന് ഒരു ദിവസം വൈകിട്ടാണ് വന്നത്. പിന്നെ ശേഷം ഡെലിവറി കിട്ടി. അതിന് ശേഷം ഡെലിവേർഡായി. അതിന് ശേഷം റിട്ടേൺ റിക്വസ്റ്റ് ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് താഴെയിട്ട് കാണാം. താഴെ കഴിഞ്ഞിട്ട് ടെക്നീഷ്യൻ വരാനാണ് ഇനി കാത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചതി ഇനി ആർക്കും പറ്റരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നാണ് എൻ്റെ റീഫണ്ട് കിട്ടാമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം.